ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ ഒരു കുക്കി സെറ്റ് ചെയ്യാമെന്നും അതിനെ നമുക്ക് എങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കാമെന്നും അതിൽ എത്ര രൂപത്തിൽ നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാമെന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് ഒന്നിലധികം കുക്കീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ രണ്ട് രൂപത്തിൽ കുക്കി ഒന്നിലധികം വാല്യൂസ് നമുക്ക് കുക്കിയിൽ ഉപയോഗിക്കാം. ഒന്നാമത്തെ ജേസൺ സ്ട്രിങ് വഴി നമുക്ക് കുക്കിയിലെ വാല്യൂ സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫോർ ഈച്ച് നെയിം വാല്യൂ പേഴ്സ്, അതായത് സെപ്പറേറ്റ് കുക്കീസ്, അതായത് ഒന്നിലധികം വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഫോർ ഈച്ച് മെത്തേഡ് വെച്ചിട്ട് ഒന്നിലധികം വാല്യൂ കുക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ രണ്ടു വിധത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഒന്നിലധികം കുക്കീസ് വാല്യൂസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബോഡി, ഓക്കെ, നമുക്ക് HTML കണ്ടന്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ ബോഡി എന്നൊരു ടാഗും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഫോമിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അപ്പം നെയിം കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഇൻപുട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇൻപുട്ട് ടെക്സ്റ്റ് എന്നാണ് ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ ID മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നെയിം എന്നുള്ള ഭാഗം ഞാനിവിടെ നിന്ന് ഒഴിവാക്കി ഇതിൻ്റെ ID ആയിട്ട് ഞാനിവിടെ വന്ന് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി പുതിയ ലൈന് വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ബ്രേക്ക് എന്നും ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ അടുത്തതായി നമ്മൾ ഇമെയിൽ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇൻപുട്ട് നമ്മൾ ഇമെയിൽ ആയതുകൊണ്ട് ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ നെയിം എന്ന ഭാഗം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം ID എന്നുള്ളത് ഞാൻ ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. അടുത്ത ലൈന് വരാൻ വേണ്ടി ഇവിടെ വന്ന് ബ്രേക്ക് എന്ന് ചേർത്ത് കൊടുത്തു. അടുത്തത് നമ്മളിവിടെ വന്ന് കോഴ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോഴ്സ് എന്നും ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ ടെക്സ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലത്തെയും നെയിം നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ID എന്നുള്ള ഭാഗത്ത് കോഴ്സ് എന്ന് ചേർത്തു. കോഴ്സ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് പുതിയ ലൈന് നമ്മൾ ചേർത്ത് കൊടുത്തു. രണ്ട് ബട്ടൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ബട്ടണ് നമ്മൾ നെയിം എന്നുള്ള ഭാഗത്ത് സെറ്റ് കുക്കി എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് ഉപയോഗിക്കുന്നത് കുക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സെറ്റ് കുക്കി എന്ന് ഞാൻ അതിൻ്റെ വാല്യൂ, അതായത് ആ ബട്ടണിൻ്റെ മുകളിൽ കാണേണ്ട ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തു. ഇതിലൊരു ഓൺ ക്ലിക്ക്, അതായത് ഒരു ഫംഗ്ഷന് കൂടി നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ ഒരു ഫംഗ്ഷനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ വന്ന് സെറ്റ് കുക്കി എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ ഞാൻ രണ്ടാമത്തെ ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബട്ടണിൻ്റെ പേര് ഞാൻ ഗെറ്റ് കുക്കി എന്ന ഫംഗ്ഷനും അതേപോലെ ബട്ടണിൻ്റെ ഉള്ളിലുള്ള വാല്യൂവും ഞാൻ ഇവിടെ വന്ന് സെറ്റ് എന്നത് മാറ്റി ഞാൻ ഇവിടെ വന്ന് ഗെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ജാവാസ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ എന്നിട്ട് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ സെറ്റ് കുക്കിയാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് കുക്കി എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ ഇൻഫോ. ഈ ഇൻഫോ എന്നുള്ള വേരിയബിളിലാണ് നമ്മൾ 3 തരത്തിലുള്ള കീ പേഴ്സ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു, അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ നെയിം ഇട്ടതിന് ശേഷം കോളൻ ഇട്ടു. അതിനുശേഷം പ്ലസ് ഇട്ടതിന് ശേഷം നമുക്ക് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നാമത്തേതായിട്ട് നെയിം ഇവിടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ID എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഈ നെയിം എന്നുള്ള ID നമ്മളിവിടെ യൂസ് ചെയ്തു. ഡോട്ട് വാല്യൂ, അതിനുശേഷം ഇവിടെ വന്ന് നമ്മളൊരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വാല്യൂ എന്നും ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്ത വാല്യൂ എന്താണോ അത് ഇതിലേക്ക് സ്റ്റോർ ആവും.
വാല്യൂ എന്നും ചേർത്തു. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ വീണ്ടും പ്ലസ് എന്നിട്ട് കൊടുത്തു. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ ഇട്ടു. ആദ്യത്തെ വാല്യൂ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി സെമിക്കോളൻ ഇട്ടു. ഇനി ഇവിടെ വന്ന് നമ്മൾ ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇമെയിൽ ചേർത്ത് കൊടുക്കാനും ഇതേപോലെ തന്നെ ഡോക്യുമെന്റ് ഇട്ടതിന് ശേഷം ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, എന്നിട്ട് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് ഡോട്ട് വാല്യൂ, അതിനുള്ളത്തെ വാല്യൂ നമ്മളിവിടെ വന്ന് ആക്സസ് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്ലസ് ഇട്ടതിന് ശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. അടുത്തത് നമ്മളിവിടെ വന്ന് കോഴ്സ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്ന് കോഴ്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, വീണ്ടും കോളൻ ഇട്ടു. ഇവിടെ വന്ന് പ്ലസ് ഇട്ടു. അതിനുശേഷം ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് കോഴ്സ് എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡോട്ട് വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ കൊടുത്ത നെയിം, അതേപോലെ തന്നെ ഇമെയിൽ, അതേപോലെ തന്നെ ഫോണ്, ഇത്രയും നമ്മളെല്ലാം കൂടി നമ്മൾ ഇൻഫോ എന്നുള്ള വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്തു. അപ്പം നമ്മൾ എല്ലാം വാല്യൂസും നമുക്ക് എന്ത് ചെയ്തു, ഇൻഫോ എന്നില്ല, അതായത് നമ്മൾ കൊടുത്ത ഇമെയിൽ, അതേപോലെ തന്നെ നെയിം, അതേപോലെ തന്നെ കോഴ്സ്, ഇതെല്ലാം കൂടി നമുക്ക് ഒരു വേരിയബിൾ ഇൻഫോ എന്ന വേരിയബിളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇൻഫോ എന്നുള്ള വേരിയബിളിനെ നമുക്ക് കുക്കി ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് കുക്കി എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് കുക്കിയുടെ പേരെന്താണെങ്കിൽ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കിയുടെ പേര് എന്ന് പറയുന്നത് നമുക്കിവിടെ വന്ന് ഈക്വൽ ടു ഇൻഫോ, അതായത് നമ്മൾ ആ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇൻഫോ എന്നുള്ള വേരിയബിളിലേക്കാണ്. അത് നമ്മളിവിടെ ആക്സസ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കുക്കി എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ഗെറ്റ് കുക്കീസ് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നോക്കിയത്, ഇനി നമുക്കത് എന്ത് ചെയ്യണം, ഗെറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഒരു ഫംഗ്ഷന് കൂടി ക്രിയേറ്റ് ചെയ്തു, ഫംഗ്ഷൻ, എന്നിട്ട് ഇതിന് നമ്മൾ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഗെറ്റ് കുക്കി എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ രൂപത്തിൽ നമുക്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ഓക്കെ, ഇനി നമ്മളിവിടെ വന്ന് ഗെറ്റ് കുക്കീസിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഈഫ്, അതായത് നമ്മൾ കുക്കി സെറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഡോട്ട്, അതിനുശേഷം നമുക്ക് കുക്കി ഡോട്ട് ലെങ്ത്, അതായത് നമ്മൾ ഈ കൊടുത്ത കുക്കീൻ്റെ ഉള്ളിൽ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നോട്ട് ഈക്വൽ 0, അതായത് 0 അല്ലെങ്കിൽ, അതായത് ഏതെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യണം, ഒരു അലേർട്ടായിട്ട് നമ്മൾ കൊടുത്ത കുക്കി പെയർ വാല്യൂസ് നമുക്കൊരു അലേർട്ടായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് അലേർട്ട് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഡോക്യുമെന്റ് ഡോട്ട് കുക്കി, അതായത് കുക്കീൻ്റെ ഉള്ളിലത്തെ വാല്യൂസൊക്കെ നമുക്കൊരു അലേർട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് ഒരു മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ നമ്മളിവിടെ വന്ന് എൽസ് എന്നിട്ടതിന് ശേഷം അലേർട്ടിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കുകയാണ്, അലേർട്ട്. ഓക്കെ, കുക്കി നോട്ട് അവൈലബിൾ എന്ന് നമുക്കിവിടെ ഒരു മെസ്സേജും ചേർത്ത് കൊടുക്കണം, അവൈലബിൾ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ റൺ സെർവർ വെച്ചിട്ടാണ് റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ റൺ സെർവർ വെച്ച് റണ്ണ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മൗസിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റൺ സെർവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി.
ഓക്കെ, ഇനി നമ്മളിവിടെ വന്നൊരു നെയിം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു നെയിം കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ഇമെയിൽ ഐ ഡി ചേർത്ത് കൊടുക്കുകയാണ്. എന്താണോ നമുക്ക് ഇമെയിൽ ഐ ഡി വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. കോഴ്സ് നമുക്ക് എന്താണോ അതും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് സെറ്റ് കുക്കി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ പേര് നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു കുക്കി സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഗെറ്റ് കുക്കിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പേരിലാണോ, ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു പേരിൽ സെറ്റ് ചെയ്തിരുന്നു, ആ പേരും അതേപോലെ തന്നെ നമ്മൾ എന്താണോ പേര് കൊടുത്തത് ആ പേരിലും നമുക്കിവിടെ കുക്കിയിൽ വാല്യൂ സെറ്റ് ചെയ്ത് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് ഒന്നിലധികം വാല്യൂസിൽ കുക്കി സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു വാല്യൂ കൂടി നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനു എന്ന് ചേർത്ത് കൊടുത്തു, ഇമെയിൽ ഐ ഡി ചേർത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ സെറ്റ് കുക്കിയിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ വന്ന് ഗെറ്റ് കുക്കിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത് എന്താണോ കൊടുത്തത് ആ പേര് കൂടി നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് എത്ര കമ്പ്യൂട്ടറിലേക്ക് കുക്കി സ്റ്റോർ ചെയ്യുകയും പിന്നീട് അതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു രൂപത്തിൽ ഒന്നിലധികം കുക്കീസ് വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആ എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ ഈ ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഈ സെറ്റ് കുക്കി എന്ന ഭാഗത്ത് നമ്മളൊരു മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഭാഗം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സെറ്റ് കുക്കീൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഡോക്യുമെന്റ് ഡോട്ട് കുക്കി, എന്നിട്ടതിന് ശേഷം ഈക്വൽ ടു, എന്നിട്ട് നെയിം എന്ന് ചേർത്ത് കൊടുക്കുക. നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് പ്ലസ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഐ ഡി എന്താണോ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഐ ഡി നെയിമാണ് അത് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് ഡോട്ട് അറ്റ് ലാസ്റ്റ് ഡോട്ട് വാല്യൂ എന്നും ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇനി ക്ലോസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തതും സെറ്റ് ചെയ്യാം. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് കുക്കി ഈക്വൽ ടു, അടുത്തതായി നമ്മൾ ഇമെയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇമെയിൽ എന്ന് എഴുതി പ്ലസ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, എന്നിട്ട് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഡോട്ട് വാല്യൂ എന്ന് ചേർത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്തത് ഡിക്ലെയർ ചെയ്യാം. ഇതേ രൂപത്തിൽ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് കുക്കി ഈക്വൽ ടു, അടുത്തത് നമ്മൾ കോഴ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോഴ്സ് എന്ന് ചേർത്ത് കൊടുത്തു. പ്ലസ് അതിനുശേഷം ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ കോഴ്സ് എന്നും ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് ഡോട്ട് വാല്യൂ, അറ്റ് ലാസ്റ്റ് ഡോട്ട് വാല്യൂ ഇട്ടു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്, കുക്കി സെറ്റ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് അലേർട്ട് എന്നെഴുതി. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ആദ്യം തന്നെ നമുക്ക് നെയിമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം നെയിം ഇട്ടതിന് ശേഷം ഡോട്ട് പ്ലസ് ഇടുക. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, എന്നിട്ട് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നെയിം എന്നിട്ട് കൊടുത്തു. ഇനി ഇവിടെ വന്ന് ഡോട്ട് വാല്യൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും പ്ലസ് ഇട്ടു. ഇനി നമ്മൾ അടുത്തതായി ഇമെയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇമെയിൽ എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളൊരു കോളൻ ഇട്ടതിന് ശേഷം പ്ലസ് ഇട്ടു. എന്നിട്ട് നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇമെയിൽ എന്നും ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് അറ്റ് ലാസ്റ്റ് വാല്യൂ എന്ന് ചേർത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ഡബിൾ കൊട്ടേഷൻ പ്ലസ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഡബിൾ കൊട്ടേഷന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോഴ്സ് എന്ന് ചേർത്ത് കൊടുത്തു. കോളൻ ഇട്ടു. എന്നിട്ട് പ്ലസ് ഇട്ടു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നത് കോഴ്സ് എന്നാണ്. കോഴ്സ് എന്നും ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ വന്ന് ഡോട്ട് വാല്യൂ എന്നും നമ്മൾ ഇതിന് ചേർത്ത് കൊടുത്തു.
ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യേണ്ട ഈ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ആൾറെഡി റൺ ചെയ്തതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മളെ പേര് കൊടുത്തു, രണ്ടാമത് നമ്മളെ ഇമെയിൽ ID കൊടുത്തു, മൂന്നാമത് നമ്മളെ കോഴ്സ് എന്താണെങ്കിൽ അതും സെറ്റ് ചെയ്തു. എന്നിട്ട് ഗെറ്റ് കുക്കിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെയിം, അതേപോലെ തന്നെ ഇമെയിൽ ID, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സ്, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് എന്തായിട്ടുണ്ടാവും, കുക്കിയായിട്ട് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് രണ്ട് വിധത്തിൽ പ്രധാനമായിട്ടും കുക്കി സെറ്റ് ചെയ്യാം. ഒന്ന് പെയർ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാം, അതേപോലെ ജേസൺ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ജേസൺ നമുക്ക് തുടർന്ന് മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് ഒന്നിലധികം വാല്യൂസ് കുക്കിയായിട്ട് സെറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കാമെന്നുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.